ഹായ്. അപ്പൊ ദേ 2 ദിവസം കുഞ്ഞിന്റെ അടുത്തോട്ട് പോകാതിരുന്നത് എനിക്ക് ആകെ വിമിഷ്ടമായി പോയിരുന്നു. 2 ദിവസം പനി പിടിച്ചണങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പൊ അതാ കുഞ്ഞിനെ മാറ്റി നിർത്തിയതാണ്. ഇന്ന് അവളുടെ അടുക്കായിട്ട് ചെന്നതാണ്. അപ്പൊ അവളെ എടുക്കുമെന്ന് കണ്ടപ്പോ അവളുടെ ആ സന്തോഷം കണ്ടില്ലേ, എന്റെ ദൈവമേ. എന്നെ കുഞ്ഞാവെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ലെന്നേ. അതാണ് വെപ്രാളം പിടിച്ച് രാവിലെ അവർ എണീക്കുന്നതിന് മുമ്പ് തന്നെ ചാടി ഓടിച്ചെന്നതാ. ഇന്ന് ഇഞ്ചക്ഷൻ ഉള്ള ദിവസം ആയതുകൊണ്ട് രാവിലെ തന്നെ വാവയെ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം കൊഞ്ചിച്ച് മതി ഒരുവോളം ഒന്ന് ആസ്വദിക്കണം. 2 ദിവസത്തെ മൊത്തം തീർക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നേരെ രാവിലെ തന്നെ ചാടി ചെന്ന് വാവനെ എടുത്തപ്പോ തന്നെ അയ്യോ എന്റെ ദൈവമേ, അവക്ക് എന്തായാലും അറിയാവോ സന്തോഷം. അവളോട് ഇന്നലെ ഞാൻ ചെന്ന് പറഞ്ഞിട്ട് പോകാം, നാളെ എടുക്കട്ടോ എന്ന്. അപ്പൊ ഇവിടെ ആരുമില്ല, ക്യാമറ ഒന്നും പിടിക്കാൻ ആരുമില്ല, ജസ്റ്റ് സ്റ്റാൻഡിൽ വെച്ചേക്കണേയാണ്. അപ്പൊ ആ ക്യാമറ കാണുമ്പോൾ അവൾക്ക് അറിയാം അവള് വീഡിയോ എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു ഹായ് അവളിപ്പോ തരും. ഹായ്. അപ്പൊ അത് ക്യാമറ കാണുമ്പോൾ അവള് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ നോക്കിക്കൊണ്ട് തന്നെ അവള് ചെയ്യുന്നുണ്ട്. അല്ലാതെ ക്യാമറയുടെ പുറകിൽ ആരുമില്ല. പലതവണ ഇതുപോലെ തന്നെയാണ്, ക്യാമറയുടെ പുറകിൽ ആരും ഒന്നും കൈയും കാലും ഒക്കെ കാണിച്ചിട്ടല്ല അവളെ എക്സ്പ്രഷൻ കാണിക്കുന്നത്. ക്യാമറ കാണുമ്പോൾ തന്നെ അവൾ അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കുഞ്ഞുവാവയ്ക്ക് 4 ഇഞ്ചക്ഷൻ എടുക്കാനുള്ളതാണ്. അപ്പം ഞങ്ങൾ പോകാനായിട്ടുള്ള പരിപാടിയിൽ ആണ്. ഞാൻ രാവിലെ തന്നെ എല്ലാം റെഡി ആയിട്ട് വന്നത്. കാരണം ഇപ്പോൾ ഇവിടെ ആരും ഇല്ല വീട്ടിൽ ചിഞ്ചു ഉണ്ടായിരുന്നു. ചിഞ്ചു വീട്ടിലേക്ക് പോയി, അവൾക്ക് ജോലിയുടെ ഇത് കാരണം 3 മാസം അവളുടെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പു അവിടെ എല്ലാം നിൽക്കണത്. അപ്പോൾ അപ്പു പഠിക്കാൻ പോയിക്കണെയാണ്. അപ്പോൾ അപ്പു പോയി. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ പിന്നെ പാച്ചു വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവന് വെക്കേഷനായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. അപ്പൊ പിന്നെ വേറെ ആരുമില്ല, ഞങ്ങൾ എത്രയും പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് 2 ദിവസം പനി അടിച്ചത് കാരണം കൊണ്ട് ഞാൻ തറവാട്ടിലേക്ക് മാറിപ്പോയി. തറവാട്ടിൽ പോയിരുന്നു. അപ്പൊ പിന്നെ അമ്മയ്ക്ക് വീട്ടില് കാര്യങ്ങൾ നോക്കണം, ഒപ്പം കുഞ്ഞിനെ നോക്കണം, എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ആകെ ഒരു ഇതാകും. അപ്പൊ ഇന്ന് ഇഞ്ചക്ഷൻ കൂടി ഉള്ള ദിവസം ആയതുകൊണ്ട് നേരെ ഞങ്ങള് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ എനിക്ക് ഇത് തന്നെയാണ്, അവളെ എടുക്കാതിരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു 2 ദിവസത്തേക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മാനസികമായിട്ട് വരെ ഞാൻ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തട്ടിയിരുന്നു. കാരണം എനിക്ക് പനിയാണ്. കുഞ്ഞിൻ്റെ അടുത്തിട്ട് ചെല്ലാതിരിക്കാൻ മാക്സിമം ഞാൻ നോക്കി, പക്ഷെ പറ്റില്ല. എനിക്ക് ദൂരെ നിന്നെങ്കിലും അവളെ ഒന്ന് കണ്ടിട്ടെങ്കിലും മതി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ 2 ദിവസം പോയിട്ട് അവളുടെ അടുക്ക പോയിരുന്നത്. അച്ഛൻ വരാട്ടോ, അച്ഛൻ നാളെ വരാട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവളെ സന്തോഷിപ്പിച്ചൊക്കെ നിന്നിരുന്നത്. അപ്പം നാളെ എന്നുള്ളൊരു വാക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് പോയത് കൊണ്ട് രാത്രിയിൽ എങ്ങനെ എനിക്ക് ഉറങ്ങിയെന്നറിയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ രാവിലെ തന്നെ ഞാൻ അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ ഓടിച്ചെന്നത്. പിന്നെ മോളെല്ലാ കാര്യത്തിനും നല്ല റെസ്പോണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 3 മാസം ഇപ്പോൾ ആയിട്ടുള്ളെങ്കിലും അവള് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം അവള് കമന്ന് വീഴുന്ന ഒരു സംഭവം അവളെടുത്തു കഴിഞ്ഞാൽ അവള് കമന്ന് വീണു. അവള് 28 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, നൂലുകെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവള് കമന്ന് വീഴാൻ വേണ്ടി ശ്രമിച്ചു. അതിനുശേഷം പിന്നെന്താണ് പറയുക, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവൾ ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. അവൾ അതിനനുസരിച്ചൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. കൈ എടുക്കുമോളെ, കാലെടുക്കുമോളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാകും. പിന്നെ മരുന്ന് കുടിക്കുന്ന കാര്യങ്ങളൊക്കെ ആയാലും മരുന്ന് കുടിക്കാൻ അവൾക്ക് വലിയ മടിയൊന്നുമില്ല. അവളെ മരുന്നൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ അവൾക്ക് അറിയാൻ പറ്റും മരുന്നെടുക്കുന്നത് ഏത് സമയത്താണ് അവൾക്ക് മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവൾ മരുന്നിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പിന്നെ അവൾ നമ്മൾ ഓർത്തില്ലേ കൂടി അവൾ അതിനുള്ള ചില ഈ എന്താണ് പറയണേ, ഈ സിഗ്നൽസ് ഒക്കെ കാണിച്ച് എന്ന് പറയുന്ന പോലെ അവൾ ഇരിക്കും. അപ്പം നമ്മൾ ഓർത്തണം മരുന്ന് കൊടുക്കാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ട്, എങ്കിലും കുഞ്ഞ് മറന്നിട്ടില്ല. അതാണ്. അപ്പോൾ അതിനൊന്നും ഒരു മടിയില്ലാതെ, അതിനൊന്നും ഒരു മടിയില്ലാതെ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ ഇപ്പം മരുന്നിൻ്റെ ആ ഒരു രീതികളോ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് മരുന്ന് കുടിക്കാൻ കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും മരുന്നിനോട് കയ്യോ ഒന്ന് മരുന്നാണേ ഞങ്ങൾ ഓടി രക്ഷപ്പെടാമേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തോന്നുന്നു. അപ്പോഴായിരിക്കും തോന്നുന്നത്. എങ്കിലും ഞാൻ പൊതുവെ അവളുടെ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയണത് കേട്ടോ. പിന്നെ അവളെ കണ്ടില്ലേ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടോ 2 ദിവസത്തെ എൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. എനിക്ക് ഒട്ടും പറ്റണില്ല. എനിക്ക് അയ്യോ ചുമക്കണുണ്ടല്ലോ. എന്നിട്ടോ മരുന്ന് ഇപ്പോൾ അവിടെ കുടിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് ഇങ്ങനൊരു പണിയുണ്ട് കേട്ടോ. അവളെന്താ ചെയ്യുന്നറിയാം, ഈ ഉമിനീര് ഇറക്കിയിട്ട് അവളിങ്ങനെ വായിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കും. എന്നിട്ട് തുപ്പത്തുമില്ല, അവളെ ഇറക്കത്തുമില്ല. എന്നിട്ടാണ് തൊണ്ടയിൽ കുത്തിയിട്ട് അവളിങ്ങനെ ഒരുമാതിരി ചുമക്കണം. നമുക്ക് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായി പോകും. അത് പറ്റിക്കണമെന്നാണ് അവള്. കള്ളി പെണ്ണ്. നിന്നെ ശരിയാക്കി തരാട്ടാ. അച്ഛൻ്റെ അടുത്ത് നിന്റെ ഈ വേലച്ചിന് വേലത്തരൊക്കെ നടക്കുള്ളൂ. നിന്റെ അമ്മയുടെ അടുത്ത് നോക്കുവോ? ഇല്ലല്ലോ.
അമ്മയുടെ അടുത്ത് അവള് പാവമാണ് കേട്ടോ. അമ്മയുടെ അടുത്ത് അവള് ചുന്തിരി മിണിയായിട്ടാണ് ഇരിക്കുന്നത്. അവൾ അമ്മ പറയണ എല്ലാം കേൾക്കും, അനുസരിക്കും, വഴക്കില്ല, ബഹളമില്ല. അമ്മയുടെ കൂടെ കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കും, കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കിടക്കണം, ഉറങ്ങും. നമുക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അവൾ ചെറിയ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു കുഞ്ഞാവയാണിത്. അമ്മയോട് ഭയങ്കര ഹാപ്പി, കളിയും ചിരിയും, എന്ത് പറഞ്ഞാലും കേൾക്കും. പിന്നെ സങ്കടങ്ങളൊക്കെ പറയാൻ ഞങ്ങളുടെ മാവ് കുഞ്ഞുണ്ടല്ലേ, മാവിനോടാണ് അവളുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവള് മാവ് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. അയ്യോ, കുത്തുകൊള്ളാൻ പോകുന്നതിന് അമ്മ ആർക്ക് വിഷമം, അമ്മയ്ക്കാണോ ഒക്കെ വിഷമം മൊത്തം. നീ അവളെ അമ്മ രാവിലെ പോലെ സങ്കടപ്പെട്ട് കരച്ചിലിന്റെ വക്കിലെത്തി നിൽക്കുന്നു. കുഞ്ഞിനെ കുത്താൻ ഒന്ന് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ മുതലേ ഞാൻ പറയണേ എടി കുഴപ്പമൊന്നുമില്ല, എല്ലാ തവണത്തും പോലെ തന്നെ. കാരണം എല്ലാ തവണയും പോയിട്ട് വരുമ്പോഴത്തേക്ക് അവൾ നല്ല ഹാപ്പി മൂഡിലായിരിക്കും. കാരണം കുത്തൊക്കെ കൊണ്ട് ഞങ്ങൾ സന്തോഷിച്ച് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഹാപ്പി മൂഡിലായിരിക്കും. പക്ഷെ അവള് അന്നത്തെ പോലെ അല്ലല്ലോ. അപ്പൊ ഇന്ന് ഇത്തിരി പ്രായമായില്ലേ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ചുകൂടി അഴിവ് വന്നിട്ടില്ലേ. അപ്പൊ കുത്തൊക്കെ കൊള്ളുമ്പോൾ ചിലപ്പോൾ, കാരണം ഇവളിങ്ങനെ പറഞ്ഞെന്താ പറയാ, സൂചി എന്ന് എഴുതി കാണിച്ചാൽ മതി അമ്മ അപ്പം തന്നെ തലയിറങ്ങി വീഴ്ച. ആ ഒരു ടൈപ്പ് ഓഫ് അമ്മയാണത്. പേടി, സൂചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ഭുത പേടിയാണ്. അതുകൊണ്ടാണ് രാവിലെ ഞങ്ങൾ ഇട്ട ഒരു ഫോട്ടോയ്ക്ക് ഒരു റീൽസിന് വേണ്ടിയിട്ടുള്ള ഒരു തമ്പനയിൽ ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഇരുന്നതാണ്. എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അമ്മയ്ക്ക് അങ്ങോട്ടൊരു താല്പര്യം വരുന്നില്ല. ഞാൻ പറയുമ്പോൾ ചിരി പാസ്സാക്കിയതാണ്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ കുഞ്ഞിന് എന്തെങ്കിലും തുമ്മലോ ചുമയോ എന്തെങ്കിലും അവളുടെ ദേഹത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൾ പിന്നെ സനാമ പിന്നെ അവൾക്ക് സ്വന്തമായിട്ട് കിട്ടണം. അതായത് നമ്മൾ ആരും അവളുടെ അടുത്തില്ലാതെ അവൾക്ക് ഒറ്റയ്ക്ക് കുഞ്ഞിനെ കിട്ടണം. അപ്പോഴാണ് പിന്നെ അവൾ മനസ്സ് വളർന്ന് കുഞ്ഞിനോട് ആ സങ്കടങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി തീർക്കുന്നത്. അവളാണെങ്കിൽ ആരെങ്കിലും ഹാപ്പി എവിടെ ഉണ്ടാവോന്ന് പറഞ്ഞിട്ട് നോക്കി നടക്കുന്നതാണ് കുഞ്ഞാവ്. അപ്പൊ അതാണ് മ്യാവിനോടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ അമ്മയുടെ കാര്യത്തിൽ അമ്മയോട് സനാമ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാവ് പിന്നെ വേറൊന്നും അതല്ല. കുഞ്ഞാവ് പിന്നെ അവള് നമ്മളെ വേണ്ട, വേറെ ആരെയും വേണ്ട, ഒന്ന് വിളിച്ചാലും അവള് മൈൻഡ് കൂടി ചെയ്യൂല, ഒന്നും ഇല്ലാതെ അവള് സുഖസുന്ദരമായിട്ട് അവളുടെ അമ്മയുടെ കൂടെ അവള് സമയം സ്പെൻഡ് ചെയ്ത്. പിന്നെ ചെറുപ്പം മുതലേ ഞാനല്ല ഇങ്ങനെ എടുത്ത് കയ്യിൽ കച്ചവടം നടക്കണത്. അപ്പോൾ എൻ്റെ ഒരു ചൂട് എപ്പോഴും അവൾക്ക് ഉണ്ടാവുമല്ലോ. ആ ഒരു തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ അവൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടും കൂടിയുണ്ട്. ഏതായാലും അച്ഛനാണ്, അമ്മയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞില്ലേലും ആ ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂട് എപ്പോഴും അവൾക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ എടുക്കുമ്പോഴത്തേക്ക് അത് അല്ലെങ്കിൽ ഞാൻ അടുത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ എൻ്റെ സ്മെല്ല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ കുഞ്ഞിന് തിരിച്ചറിവ് ഉണ്ടായിരിക്കും. എൻ്റെ ഫേസ് എന്തായാലും അവൾ പതിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അവൾ കൂടുതൽ എന്നെ കാണുമ്പോഴത്തേക്ക് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലുള്ള പ്രാളങ്ങൾ കാണിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഇത്ര ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയ്ക്ക് ഹാപ്പിയാണ്. ഞങ്ങൾക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ പലരും സനാമയുടെ ഫേസിലൊരു സന്തോഷമില്ലല്ലോ, കാര്യങ്ങളില്ലല്ലോ എന്നൊക്കെ കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ പറയുമ്പോഴോ നമുക്ക് എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു വിഷമം തോന്നാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമില്ലായ്മയല്ല അത്. പൊതുവെ അവൾക്ക് വീഡിയോയിൽ വന്നിട്ട് ഒന്ന് ചിരിച്ച് കാണിക്കുക എന്നുള്ള രീതികളൊന്നും തരാം. അവൾക്ക് നാച്ചുറലായിട്ട് നോർമലായിട്ട് എങ്ങനെ പോകണോ ആ രീതിയിൽ തന്നെ. കാരണം അവൾ ഒരുപാട് വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോയതാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം ഞാൻ അവൾക്ക് ഒരു തരത്തിലുള്ള വിഷമമോ കാര്യങ്ങളോ ഒന്നും ഞാൻ സനാമയ്ക്ക് കൊടുക്കാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ പനി ഇപ്പോഴും ഒരു മാറിയിട്ട് ഒരു ചുമയുടെ വക്കിലേക്ക് എത്തിയിരിക്കണം. ഞാൻ ആ കുറച്ചു നേരം മാത്രമേ അവളെ ഒന്ന് എടുത്തുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ ഞാനിങ്ങനെ ദൂരെ മാറി നിന്നുള്ള പ്രകസനം പരിപാടികളൊക്കെ തന്നെ ആയിരുന്നു. അധികം എടുത്ത് ചൂട് കുഞ്ഞിനെയൊക്കെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എനിക്കങ്ങനെ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓടിപ്പോയി അങ്ങനെ ചെയ്തത്. കാരണം ഇന്ന് ഇഞ്ചക്ഷൻ കൂടെ ആകുമ്പോഴത്തേക്ക്, ഇന്നെന്തായാലും ഇഞ്ചക്ഷൻ കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിന് ചിലപ്പോൾ ചെറിയൊരു പനിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മളുടെ കയ്യിലുള്ള പനികളോ കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇനി അത് കൂടെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകണ്ട എന്ന് കരുതി നമ്മൾ മറ്റിരുന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? പിന്നെ ഞാൻ എടുത്തതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണ് ഇപ്പോൾ കാണുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ വലിയ വായിലും വെള്ളം വെച്ചാൽ ഇന്ന് കുറച്ച് നേരം തന്നെ ഇങ്ങനെ അങ്ങോട്ട് കിടന്നു കഴിച്ചപ്പോഴത്തേക്ക് അവളവിടെ കിടന്നിട്ട് ഭയങ്കര ശബ്ദത്തിൽ
ഒച്ച ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയണമല്ലോ, എന്തൊക്കെയോ സാധിച്ച വീട്ടില്. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കുഞ്ഞ് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ല, കുഞ്ഞ് 2 ദിവസമായിട്ട് മൂഡ് ഓഫ് ആണ്. ഞാൻ അതിനെക്കാട്ടിലും മൂഡ് ഓഫ് ആണ്. ഈ അമ്മയുടെ കൂടെ കിടക്കുമ്പോൾ അവള് ഭയങ്കര സൈലന്റ് ആണ്, ആള് നല്ല ഹാപ്പിയാണ്. പിന്നെ മാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് പോകാൻ കുറച്ച് സമയം ഉണ്ടല്ലോ, അതിൽ ഒരു 11 മണി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന സമയം. നമ്മൾ ചെയ്യുന്ന ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ ദൂരെയൊന്നും അല്ല, തൊട്ടടുത്ത് തന്നെയാണ്. അവൾക്കങ്ങനെ കാര്യമായിട്ട് ഞങ്ങൾ ഈ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക, വീഡിയോ എടുക്കുക, ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അവൾ നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ക്യാമറ മുന്നിൽ ആക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ ആക്ടിങ് കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷെ അവള് ഈ ക്യാമറ തിരിച്ചു പിടിച്ച് ഇതേവരെ ഒരു കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടില്ല. അതായത് ഫോണിനുള്ളിലുള്ള കാര്യങ്ങളൊന്നും ഇതേവരെ കാണിച്ചു കൊടുത്തിട്ടില്ല. ഒരു അത്യാവശ്യം ഒരു വീഡിയോ കോൾ ചെയ്യും, വീഡിയോ കോൾ അപ്പച്ചിമാരൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒരു ഫേസ് ടു ഫേസ് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് നേരം ഫോണൊന്ന് കൊടുക്കും എന്നല്ലാതെ. പിന്നെ സനാമയ്ക്ക് പൊതുവെ ഫോൺ ഇല്ല. ഞാൻ തമാശയായിട്ടുള്ള ഒരു കാര്യം പറയണല്ല, സനാമയ്ക്ക് ഫോൺ ഇല്ല. ഫോൺ നശിച്ചു പോയതാണ്. പിന്നീട് ഒരു ഫോൺ വാങ്ങിക്കാൻ ഈ കമ്പ്യൂട്ടറിലാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. കാരണം നമുക്ക് TV കാര്യങ്ങളൊന്നും ഇല്ല, TV ഒക്കെ പണ്ടേ പോയതാണ്. എല്ലാവരും അമ്മയൊക്കെ സീരിയൽ ഉണ്ടായിരുന്ന സീരിയലൊക്കെ കാണുന്നത് മൊബൈലിനകത്ത് തന്നെയാണ്. പിന്നെ കുഞ്ഞോ വരുന്നതിന് മുമ്പേ ഞങ്ങൾ സീരിയൽ കണ്ട് നിർത്തിയതാണ്. ലാസ്റ്റ് ഞങ്ങൾ കണ്ടത് ഒരു സാന്ത്വനം എന്ന് പറഞ്ഞൊരു സീരിയലാണ്. ആ സാധനം ഞാനും ആലും കൂടെ ഒപ്പം ഇരുന്നാണ് കണ്ടോണ്ടിരുന്നത്. അപ്പം അത് സ്വരമോള് വരുന്നതിന് മുമ്പ് തന്നെ അത് തീർന്നു, അത് നിർത്തി, അതോടുകൂടി പരിപാടി കൂട്ടിക്കിട്ടി. പിന്നീട് വേറെ എന്റർടൈൻമെന്റ് മൊബൈലിൽ തന്നെയായിരുന്നു, വേറെ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് നമ്മൾ കമ്പ്യൂട്ടർ ഒന്ന് റെഡിയാക്കി എടുത്തത്. എല്ലാം പൊട്ടിടൊക്കെ ആയിരുന്നു, അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുത്തു. കഴിഞ്ഞപ്പോൾ പിന്നെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാർട്ടൂൺ പാട്ടുകളുണ്ട്. അത് നമ്മൾ ആ ഒരു സാധനം മോൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിച്ചു കൊടുക്കുമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പാട്ട് മാത്രമേ അതിനകത്ത് വെക്കാറുള്ളൂ. അതിൻ്റെ ശബ്ദം മാത്രം മോൾക്ക് കേട്ടിട്ട് അത് ഇൻട്രസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അവൾ അത് കുറച്ച് നേരം അതിൽ നോക്കിയിരിക്കും, നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ അതിൽ നോക്കിയിരിക്കും. പിന്നെ അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് ദൂരെ ആണ് കുഞ്ഞിനെ കിടത്തിയിട്ട് അത് കാണിക്കുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, ഇന്ന് ഒരുപാട് ഈ 2 ദിവസത്തിന് ശേഷം കുഞ്ഞിനെ നമ്മളെ എടുത്തതിൻ്റെ ഒരു സന്തോഷവും എനിക്കുണ്ടായ ഒരു ഹാപ്പിനെസ്സും എല്ലാം കൂടെ വെച്ചിട്ട് മോളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ തുള്ളിച്ചാട്ടമൊക്കെ പ്രായങ്ങളൊക്കെ കഴിച്ചിട്ട് ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഒരു കോമാളിയാണ് ചെയ്യാണ്ട പ്രാന്തൊന്നും തെറ്റിദ്ധരിക്കരുത്. പാവം ഞങ്ങൾ അച്ഛനും മോളും കൂടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു നോക്കോട്ടെ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഈ അക്കരക്കാവിലെ ചക്കരമാവ് എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ എത്ര നേരം വേണേലും അത് ഇങ്ങനെ ഇരുന്നോളും. പ്രത്യേകിച്ച് ഈ കാക്കച്ചെറുക്കൻ മണവാളം വരുന്ന ഈ പോർഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനും ഇങ്ങനെ അതുപോലെയൊക്കെ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇതാക്കിക്കൊണ്ടിരുന്നോളും. അപ്പൊ അത് വേണ്ടിയിട്ട് അതിങ്ങനെ ചെറിയ എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. കൂട്ടത്തിൽ ഞാനും ആൾക്ക് വേണ്ടിയിട്ട് കുറെ തുള്ളിച്ചാട്ടം വേളോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതാണ്. പിന്നെ അച്ഛനാണ് ഇവിടെ ഉള്ളത്. അച്ഛൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ അപ്പാപ്പൻ അങ്ങനെ കാര്യമായിട്ട് കുഞ്ഞിന്റെ അടുത്ത് ഇതാകൂല. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് കുഞ്ഞിനെ വന്നിട്ട് വിളിക്കും. പിന്നെ ഭയങ്കര ആ ഒരു സമയത്ത് പിന്നെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതേ ഉള്ളൂ അപ്പാപ്പനെ കാര്യങ്ങള്. പുള്ളി ഇപ്പൊ വന്ന് എവിടെയോ പുള്ളി ഇങ്ങനെ റൗണ്ടൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. പിന്നെ നമ്മൾ നിന്ന് ഏകദേശം സമയം പോയി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എവിടെയോട്ടെങ്കിലും പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരുപാട് വൈകിട്ടാണ് പോകാറുള്ളത്. അത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 11 മണി എന്ന് പറഞ്ഞ സമയത്ത് ഏകദേശം 11 കഴിഞ്ഞ് കണ്ടില്ലേ. അപ്പോൾ അതാണ്. പിന്നെ അമ്മയ്ക്ക് ഒരു ഉമ്മ, സനാമയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് സന്തോഷമായിട്ട്. കാരണം അവളാകെപ്പാടെ വിഷമിച്ച് പ്രാളം പിടിച്ചിരിക്കുക. ഇനി പോയിട്ട് വരുന്നത് വരെ ടെൻഷനായിരിക്കും. വെറുതെ ടെൻഷൻ ഒന്നും അടിച്ചിരിക്കണ്ടായി, കൂളായിട്ടിരിക്കും. ഞാൻ കൂളായിട്ട് തന്നെ പോയിട്ട് വരും പിന്നെയാണ്. അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങി നേരെ വണ്ടിയിൽ കുഞ്ഞിൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോകണം കേട്ടോ. കാരണം ഇത് അടുത്താണ്, കുറച്ച് ദൂരം. ഇപ്പം തന്നെ നമ്മളവിടെ എത്തും. പിന്നെ നമ്മൾ പോണ വഴിയിലാണ് നമ്മുടെ തിരുഹൃദയ ദേവാലയം വരുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമ്മളിവിടെ വന്ന് കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച്, കുഞ്ഞിന് വേദന കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പതിയെ ഞങ്ങൾ നേരെ ഹെൽത്തിലേക്ക് എത്താം.
ഹെൽത്തിലേക്ക് എത്തി. അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെയാണെങ്കിൽ അത്യാവശ്യം ഒരു 3 പഞ്ചായത്തിലേക്കൊക്കെയുള്ള കുഞ്ഞോകളൊക്കെ ഇവിടെയാണ് കുത്തുമേടിക്കാനും തുള്ളിമരുന്ന് പിടിക്കാനും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അവരെല്ലാം വന്നിട്ട് എല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. കുത്തുമേടിച്ച് ആരും ബഹളം ഉണ്ടാക്കി കരഞ്ഞുകൊണ്ടൊന്നും പോകില്ല. അത്രയ്ക്ക് നല്ല കെയറിങ് ആയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട്, ഇവിടുത്തെ ആൻറ്റിമാരൊക്കെ നല്ല സുന്ദരി ആൻറ്റിമാർ, എല്ലാവരും നല്ല നീറ്റായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന വാവകളൊക്കെ ഉണ്ടല്ലോ നല്ല ഹാപ്പി ആയിട്ട്, സ്വരങ്ങളടക്കം നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഒരാൾ കുത്തൊക്കെ കൊണ്ട് കഴിഞ്ഞ് വന്ന് സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് ടാറ്റയൊക്കെ കാണിച്ച് ഹാപ്പി ആയിട്ട് സുന്ദരിയായിട്ട് പോകുന്നുണ്ട് വാവ. ടാറ്റാ. ഇനി നമ്മൾ ആള് അകത്തോട്ട് കയറിയിരിക്കണേയാണ് കേട്ടോ. അയ്യോ, ഈ സമയം ഉണ്ടല്ലോ എൻ്റെ തന്നെ, കാര്യങ്ങളൊക്കെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിന്നെങ്കിലും ഉണ്ടല്ലോ, ഞാനതിൻ്റെ അപ്പുറമാണ് കേട്ടോ. എനിക്ക് ഞാനിവിടെ അതിനെക്കാട്ടിലും മുള്ള കുത്തിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ നമുക്കൊരു ധൈര്യമുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ്. പിന്നെ നമ്മുടെ സ്ഥലങ്ങള് ആളും കൂളാണ്, ഹാപ്പിയാണ്. അപ്പോൾ അത് അത്രയും നേരം കാത്ത് വിഷമിച്ച് നിന്നിട്ട് നമ്മളെ ആള് മാസ് എൻട്രി ആയിട്ട് വരുന്ന കണ്ടില്ലേ. എന്നൂറ്റി ചിന്തിരിമോൾ ഉറങ്ങിപ്പോയോ? പാവൻ തന്നെ ഉറങ്ങിപ്പോയോ? ഉറങ്ങിപ്പോയടാ. സോ സാരമില്ല കേട്ടാ, ഉറങ്ങി. അപ്പോൾ അവിടുന്ന് നമുക്ക് മരുന്ന് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ഡോസ് കൊടുക്കാനുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വെയിറ്റ് അങ്ങോട്ട് ഇൻക്രീസ് ആയിട്ടില്ല, വെയിറ്റ് അങ്ങോട്ട് കയറണില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു, വെയിറ്റ് അങ്ങോട്ട് വരുന്നില്ല. അതാണൊരു പ്രശ്നം. കാരണം അമ്മയുടെ ആ ഒരു രീതി കൊണ്ടാണ് വെയിറ്റ് വരാത്തത്. അമ്മയുടെ എത്ര പറഞ്ഞാലും നമുക്ക് കേൾക്കില്ല, അവൾ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. ഇതൊക്കെയാണ് അവളുടെ തൊഴിൽ. മര്യാദയ്ക്ക് അത് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നെങ്കിൽ കുഞ്ഞിന് നല്ല രീതിയിലുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടി നല്ല രീതിയിലായേനെ. ഇത് അവൾ ഒന്നും കഴിക്കില്ല. എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തോടു കൂടി എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സിലായി. കുറേ കാര്യങ്ങൾ കൂടിയൊക്കെ നല്ല നീറ്റാക്കി ശ്രദ്ധിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ വാവയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ അടുത്ത 9ാമത്തെ മാസത്തിലാണ് അടുത്ത വാക്സിൻ ഉള്ളത്. അപ്പോൾ അതുവരെ ഇനിയും വാക്സിൻ്റെ കാര്യത്തിൽ, ഇഞ്ചക്ഷൻ്റെ കാര്യത്തിലോ ഒന്നും പേടി വേണ്ട. അതിനിടയ്ക്ക് കുഞ്ഞിന് മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സർവേശ്വരൻ അനുഗ്രഹിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന അതോടൊപ്പം വേണം. മോളെ ഇഷ്ടപ്പെടുക നിങ്ങളെല്ലാവരും. അത് പ്രത്യേകിച്ച് ഞാനിനി എടുത്തു പറഞ്ഞിട്ട് വേണോ എന്ന് വേണമെങ്കിൽ ചോദിക്കും. അത് ഞാൻ എന്തായാലും പറയണില്ല. അതൊക്കെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അത്ര കണ്ട് നമ്മളെ അത്രയധികം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ മോളുടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ എന്തായാലും ഞാൻ 2 ദിവസം കൂടിയൊക്കെ കുറച്ചൊന്ന് മാറി ഒതുങ്ങിയൊക്കെ ഒന്ന് നിൽക്കണതാണ്. കാരണം മോൾക്ക് ഇനിയും എന്താവും പല പനിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതാകണ്ട. എനിക്ക് ഇപ്പോൾ ചെറിയൊരു ചുമ ഇതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കഴിയുന്നവരെ ആവി പിടിക്കുന്നതിൽ ഞാൻ ഇപ്രാവശ്യത്തിൽ ഒന്ന് ഉഴപ്പ് കാണിച്ചു. അപ്പോൾ അതാണ് കാരണം ഞാനിങ്ങനെ ഹോസ്പിറ്റലിലോ മറ്റു കാര്യങ്ങളിലൊന്നും പോയി മരുന്നൊന്നും വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുപോലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും അങ്ങനെ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ശീലമൊന്നുമില്ല. പിന്നെ പനി വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് രീതികളിലുള്ള കുറച്ച് നാട്ടുരീതികളിലൂടെയുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എന്നല്ല അതിന് പറയണ്ടേ, നമ്മളുടെ ആ ഒരു എന്താണ് പറയുന്നത്, ഒരു ശൈലി, ഒരു ചിട്ടയായ ക്രമീകരണം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഞാനിങ്ങനെ മുന്നോട്ട് പോകും. അത് പനി വരുന്നു, 2 ദിവസം പനി നിൽക്കുന്നു, പനി പോകുന്നു, അങ്ങനെയുള്ളൊരു രീതിയാണ് എനിക്ക്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതിലൊരിത്തിരി ഉഴപ്പ് കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പനി വേറൊരു തലത്തിലേക്ക് പോയി. ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. സർവേശ്വരൻ്റെ അനുഗ്രഹം എല്ലാം ഉണ്ടാവട്ടെ. പിന്നെ ആള് ചെറിയൊരു ക്ഷീണം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഡോസ് മരുന്ന് കൊടുത്തു. അപ്പോൾ ആളൊരു ചെറിയ മയക്കത്തിലേക്ക് പോകുന്നു. മയങ്ങി ഇടയ്ക്കിടയ്ക്ക് എണീറ്റിട്ട് ആളൊന്ന് കരയുന്നുണ്ട്. അതിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കാം. പക്ഷെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല, വിഷമം വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിണ്ടാതെ യാടാതെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. സർവേശ്വരൻ അനുഗ്രഹിക്കും. സന്തോഷമായിട്ട് ഹാപ്പി ലൈഫ്.